അഭ്യുന്നതനായ അധ്യക്ഷൻ പ്രിയപ്പെട്ട ശ്രീ സുദർശൻ കർക്കി പ്രഭു, ഏറ്റവും ആദരണീയനായ ശ്രീ ജോർജ് ഓണക്കൂർ സർ, എൻ്റെ ജ്യേഷ്ഠ സുഹൃത്തായ വളക്കുടി രാജേന്ദ്രൻ, ശ്രീ രോഹിത് ചെന്നിത്തല, ശ്രീമതി ഉദയകല, കായംകുളം സ്വാമിജി, ഇവിടെ സമ്മേളിച്ചിരിക്കുന്ന എല്ലാവർക്കും എൻ്റെ വിനയപൂർവകമായ നമസ്കാരം. വീണ്ടും ശിരസ് നമിക്കുന്നത് പ്രിയപ്പെട്ട ഓണക്കൂർ സാറിന്റെ മുന്നിലാണ്. അദ്ദേഹം ഞാനുമായിട്ടുള്ള ബന്ധം അദ്ദേഹം ഓർക്കുന്നുണ്ടോന്നറിയില്ല. 1984 ആരംഭിക്കും. 1984 വളരെ യുവാവായിരുന്ന ഞാൻ നാട്ടരങ്ങിന്റെ ജനറൽ സെക്രട്ടറി ആവുന്നു. അന്ന് മുതൽ നാട്ടരങ്ങിന്റെ എല്ലാ പ്രധാനപ്പെട്ട മീറ്റിങ്ങുകളിലും അദ്ദേഹം വരുമായിരുന്നു. 85 അതുകൊണ്ട് തന്നെ 23-24 വയസ്സുള്ള ഞാൻ അധ്യക്ഷനായിരിക്കെ അദ്ദേഹം ഒരു ചർച്ച ഉദ്ഘാടനം ചെയ്തു. ആ ചർച്ച ഒരു പുസ്തകത്തെക്കുറിച്ചാണ്. ആ പുസ്തകത്തിന്റെ പേര് ഒരു തിമിംഗലവും കുറെ മീനുകളും എന്നാണ്. അപ്പോ അതിനുശേഷം നിരന്തരമായി അദ്ദേഹവുമായിട്ടുള്ള ബന്ധം ഈ നിമിഷം വരെയും സാംസ്കാരിക വേദികളിലൂടെയും അല്ലാതെയും തുടർന്നുകൊണ്ടേയിരിക്കും. അപ്പൊ അദ്ദേഹത്തിന്റെ ജീവചരിത്രമാണ്, ആത്മകഥയാണ്, ജീവചരിത്രമല്ല ആത്മകഥയാണ് ഹൃദയരാഗങ്ങൾ. അദ്ദേഹത്തിന്റെ ആത്മകഥ എന്ന് പറയുമ്പോൾ അത് നമ്മുടെയും ആത്മകഥയാണ്. നമ്മുടെയും ആത്മകഥ എന്ന് പറയുമ്പോൾ നമ്മൾ സാംസ്കാരിക പ്രവർത്തകരുടെയും ആത്മകഥയാണ്. അതിനകത്ത് എന്റെ ആത്മകഥയുടെ ഒരു അംശവും കാണും. അപ്പൊ അതെല്ലാം കൂടെ ചേർത്ത് ഒരു കാലത്തിന്റെയും കാലഘട്ടത്തിന്റെയും ഒരു സമൂഹത്തിന്റെയും സാംസ്കാരിക പശ്ചാത്തലത്തെ മുൻനിർത്തിക്കൊണ്ട് പശ്ചാത്തലമാക്കിക്കൊണ്ട് അദ്ദേഹം എഴുതിയ പുസ്തകം കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നൽകി ആദരിച്ചിരിക്കുക. അദ്ദേഹത്തിന്റെ പുസ്തകങ്ങൾ ഇല്ലമെന്ന് പറയുന്ന ആ നോവൽ ഇറങ്ങിയ കാലത്ത് വളരെയധികം ചർച്ച ചെയ്യപ്പെട്ടു. കാരണം ഇല്ലമെന്ന് പറയുന്നത് ഒരു പ്രത്യേക വിഭാഗവുമായി ബന്ധപ്പെട്ടതാണ്. അതെങ്ങനെ ഇദ്ദേഹം എഴുതി, ജോർജ് ഓണക്കൂർ എന്ന സാഹിത്യകാരൻ എങ്ങനെ ഇല്ലം എഴുതി എന്നൊരു ചോദ്യമുണ്ട്. നമ്മളിപ്പോ പലപ്പോഴും എഴുതുന്നത് സ്വന്തം ജീവിത പരിസരങ്ങളിലുള്ള കഥകളാണ്. ഇപ്പോ നിർമ്മാതളം, മുന്നിൽ പൂത്തു നിൽക്കുന്ന നിർമ്മാതളത്തെ കുറിച്ചും അതിൽ വരുന്ന പുതിയ തളിരുകളെ കുറിച്ചും പറയാൻ എളുപ്പമാണ്. പക്ഷേ ജീവിത പരിസരവുമായി ഒരു ബന്ധവുമില്ലാത്ത ഒരു കഥ ഹൃദയാവർജകമായി അവതരിപ്പിക്കുക എന്ന് പറയുന്നത് ഒരു നോവലിസ്റ്റിന്റെ, എഴുത്തുകാരന്റെ സർഗാത്മകമായ ആർജവത്തിന്റെ ഒരു ഉദാഹരണമാണ്. ഇപ്പോ സാധാരണ പറയും ഒരു കഥ എല്ലാവർക്കും എഴുതാൻ കഴിയും, സ്വന്തം കഥ വേണമെങ്കിൽ ഒരു കഥയും കൂടെ എഴുതാം. അടുത്ത വീട്ടിൽ നമുക്ക് പരിചയമുള്ള ഒരു മാമന്റെ കഥയും കൂടെ വേണമെങ്കിൽ എഴുതാം. പക്ഷെ അവിടെ അവസാനിക്കും. ഇപ്പൊ തുടരെ എഴുതുമ്പോൾ അതിനകത്ത് ജീവിതത്തെ ദർശിക്കുന്നതിന്റെയും ജീവിതത്തെ ഉൾക്കൊള്ളുന്നതിന്റെ ഒരു വലിയ വെല്ലുവിളി അതിനകത്തുണ്ട്. അദ്ദേഹത്തിന്റെ ഈ നോവലിൽ ഈ നോവൽ സമാനമായ ആത്മകഥയിൽ അദ്ദേഹം പറയുന്നത് നോവൽ സമാനം കിട്ടേണ്ടതുമാണ്. എന്റെ വാക്ക് ഈ സന്ധ്യയിൽ സാർത്ഥകമാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അപ്പൊ ഈ ആത്മകഥയിൽ അദ്ദേഹം പറയുന്ന ഒരുപാട് സംഭവങ്ങൾ, അത് നമ്മുടെ ഈ പ്രൈവറ്റ് കോളേജ് അധ്യാപകരുടെ ഒരു വലിയ വിഷയം അതിനകത്തുണ്ട്. പ്രൈവറ്റ് കോളേജ് അധ്യാപകർ അവരുടെ പരമ്പരകളുടെ അവസാനം വരെയും അദ്ദേഹത്തോട് കടപ്പെട്ടിരിക്കുന്നു. അതിനുവേണ്ടി അദ്ദേഹം സഹിച്ച ത്യാഗം, അദ്ദേഹം വ്യക്തിപരമായി സഹിച്ച ത്യാഗം പലപ്പോഴും എന്നോട് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ശ്രീമതി യൂണിവേഴ്സിറ്റിയിൽ ജോലി ചെയ്യുമ്പോൾ അവരെ കൂടി ബാധിക്കുന്ന തരത്തിലേക്ക് അതിന്റെ പ്രതികാര നടപടികൾ നീണ്ടുപോയതിന്റെ, എന്നിട്ട് ഉറച്ചു നിന്നതിന്റെ, എന്നിട്ടും അദ്ദേഹം തന്റെ നിലപാടുകളുമായി മുന്നോട്ട് പോയതിന്റെ എല്ലാം ചരിത്രം നമ്മുടെ സാംസ്കാരിക ചരിത്രം തന്നെയാണ്. അത് ഇതില് അദ്ദേഹം പറയുന്നുണ്ട്. വളരെ മുമ്പ് തന്നെ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യമാണ്, നമ്മുടെ ഉമ്മൻചാണ്ടി അദ്ദേഹവും വയലാർ രവിയും അവരെല്ലാം കൂടെ ചേർന്നൊരു KSUവിന്റെ ഒരു സമരം നീളുന്നു. പകൽ ചൂട് കൂടുന്നു, വെയിൽ ഉറയ്ക്കുന്നു, ഇവരെഴുന്നേക്കൊന്നുമില്ല. ഇല്ല, നേതൃത്വത്തിൽ നടക്കുന്ന സമരമാണ്. അപ്പൊ ഈ സമരത്തില് വെയിൽ ഉറയ്ക്കുന്നു. ചെറുപ്പക്കാരാണ്,
കാറിലിരിക്കുകയാണ്, വെയിൽ ഉറച്ചുകൊണ്ടിരിക്കുന്നു. ഇവർ അറസ്റ്റ് ചെയ്ത് മാറ്റുന്നില്ല, അതിന്റെ സമയം കഴിഞ്ഞു. അറസ്റ്റ് ചെയ്ത് മാറ്റുമെന്ന് വിചാരിച്ചാണ് ഇരിക്കുന്നത്. സമരം നീളുന്നു, വെയിൽ വീണ്ടും ഉറയ്ക്കുന്നു. അന്ന് സാറ് ടി.വി. തോമസിന് ക്രിക്കറ്റിലെ കോളേജിലാണ്. ടി.വി. തോമസ് അന്ന് അവിടെ ആ ഭാഗത്തുണ്ട്, ടി.വിയിലുണ്ട്, ഗസ്റ്റ് ഹൗസിലുണ്ട്. അദ്ദേഹം അവിടെ കോളേജിൽ നിന്ന് അവിടെ പോയി. അപ്പൊ അദ്ദേഹം ചോദിച്ചു, ടി.വി. തോമസ് ചോദിച്ചു, എന്താ കോളേജിലൊന്നും പോകുന്നില്ലേ, എന്താ ഇങ്ങോട്ട് വന്നത്? നമ്മുടെ ഉമ്മൻചാണ്ടിയും കൂട്ടുകാരും അവിടെ ഇരിക്കുകയാണ്, ടാറിന്റെ പുറത്ത് ഇരിക്കുകയാണ്. നേരം 12 മണിയായി, നല്ല തിളയ്ക്കുന്ന ടാറിന്റെ പുറത്ത് ഇരിക്കുകയാണ്. അവരിനിയും ഇരുന്നാൽ അവരുടെ ഭാവി പോകും, ആ ചെറുപ്പക്കാരുടെ ഭാവി പോകും, അവർ അടുത്ത തലമുറയുടെയും ഭാവി പോകും. അതുകൊണ്ട് ടി.വി. തോമസ് ചിരിച്ചു. അതേ ഉടൻ തന്നെ അവർ അറസ്റ്റ് ചെയ്ത് മാറ്റാൻ ഓർഡർ കൊടുത്തു. ഇതൊക്കെ രസകരമായ അനുഭവങ്ങളാണ്. ഈ അനുഭവങ്ങൾ അദ്ദേഹം അങ്ങനെ പറയാറുമില്ല. അപ്പോ നമ്മുടെ സജീവമായിട്ട് നമ്മുടെ സാംസ്കാരിക മണ്ഡലത്തിൽ അദ്ദേഹം നിറഞ്ഞു നിന്നു എന്ന് പറയുമ്പോൾ അത് എല്ലാ തരത്തിലുള്ള സൗഹൃദങ്ങളും ഉണ്ടായി. അതിന് മതത്തിന്റെയോ രാഷ്ട്രീയത്തിന്റെയോ ഒന്നും വേലിക്കെട്ടുകളില്ലാതെ വളരെ സ്വതന്ത്രമായ ഒരു സൗഹൃദത്തിന്റെ ഒരു വലിയ ഊഷ്മളമായ സുഗന്ധപൂരിതമായ ഒരു അന്തരീക്ഷത്തിലൂടെ അദ്ദേഹം കടന്നുപോയി എന്നുള്ളതാണ്. ഈ അടുത്ത കാലത്തും അന്നൊക്കെ ഞാൻ കഴിഞ്ഞ ദിവസം അദ്ദേഹത്തോട് പറഞ്ഞു, 84 വെച്ച് ഞങ്ങള് ബന്ധപ്പെടാൻ തുടങ്ങിയെന്ന് പറഞ്ഞല്ലോ. 84 ഇതിപ്പോ 2026 42ാമത്തെ വാർഷികം വേണമെങ്കിൽ ഇവിടെ ആഘോഷിക്കാവുന്നതാണ്. ഈ 42 വർഷങ്ങൾ 84-ഉം 2026 തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്, അന്ന് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിരുന്നു, ഇപ്പൊ കളറായി എന്നുള്ളതാണ്. ആ ഒരു വ്യത്യാസമേ ഉള്ളൂ. അന്നത്തെ ഫോട്ടോ എടുത്ത് നോക്കിയിട്ട് കളർ ചെയ്ത് കഴിഞ്ഞാൽ അത് ഇപ്പോഴത്തെ ഫോട്ടോ ആവും. ഇപ്പോഴത്തെ ഫോട്ടോ എടുത്തിട്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആക്കിയാൽ ഇപ്പൊ അതിനൊക്കെ സൗകര്യമുണ്ട്, അത് അപ്പോഴത്തെ ഫോട്ടോ ആവും എന്ന് പറയുമ്പോൾ അത് അദ്ദേഹത്തിന്റെ മനസ്സിന്റെ നിഷ്കളങ്കതയുടെ സ്നേഹത്തിന്റെ ഒരു വലിയ തെളിച്ചമാണ്. അദ്ദേഹം എന്ത് വാത്സല്യത്തോടെയാണ് ഓരോ ആളിന്റെ പേര് ഓർമ്മിക്കുന്നുണ്ട്, ഓരോ ആളിനെയും തഴുകുന്നുണ്ട്, ഓരോ ആളിനെയും ചേർത്ത് പിടിക്കുന്നുണ്ട്. ഇന്ന് എത്ര സാഹിത്യകാരന്മാർ ചേർത്ത് പിടിക്കുന്നു, എത്ര പേർ അടുത്തോട്ട് വരുന്നു, എത്ര പേർ കൈ കൊടുത്താലും കൈ തരുന്നു എന്നൊക്കെ ഉള്ളത് ആലോചിക്കുമ്പോൾ അദ്ദേഹം ചേർത്ത് പിടിച്ചുകൊണ്ട്, ഒരു സമൂഹത്തെ ചേർത്ത് പിടിച്ചുകൊണ്ട് അദ്ദേഹം പറയും, അദ്ദേഹത്തിന്റെ ഗ്രാമത്തിൽ ആ സമയത്ത് പ്രസവിച്ച അമ്മമാരെല്ലാം അദ്ദേഹത്തിന്റെ അമ്മമാരായി തീർന്നിരുന്നു. അപ്പോ ആ വിധത്തിൽ ഒരുപാട് പേരുടെ ലാളനയേറ്റും വാത്സല്യമേറ്റും അദ്ദേഹം വളർന്നത് കൊണ്ട് അദ്ദേഹം തിരുവനന്തപുരം പോലൊരു നഗരത്തിൽ വന്നിട്ടും വളരെ ലളിതമായി, ലളിത സുന്ദരമായി, ലളിത മോഹനമായി ഒരു ജീവിതം നയിച്ചു. വളരെ കുറച്ച് സമയങ്ങളിൽ മാത്രമേ ഞാൻ അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയിട്ടുള്ളൂ. 10-20 വർഷം മുമ്പ് പോകുമ്പോൾ എന്ത് ലളിതമായ ഒറ്റ നിലയിൽ പടർന്നു കിടക്കുന്ന വെള്ള പെയിന്റ് അടിച്ച ആ വീട് എന്റെ മനസ്സിൽ സാരല്യത്തിന്റെ, സരളതയുടെ, ലാവണ്യത്തിന്റെ ഒരു വലിയ ബിംബമായി, ഒരു ഗോപുരമായി എനിക്കത് തോന്നി. ഈ അടുത്ത കാലത്ത് എന്റെ പുസ്തക പ്രകാശനത്തിന് പുസ്തകം കൊടുക്കാൻ ചെല്ലുമ്പോൾ അതിന്റെ പുറത്ത് അത്യാവശ്യം 1-2 മുറികൾ കൂടി ചേർന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ ചോദിച്ചപ്പോൾ സാറ് പറഞ്ഞു, നമ്മുടെ മക്കള് വന്നാലേ അവര് ഹോട്ടലിൽ പോകരുത് താമസിക്കാൻ, അവർക്ക് താമസിക്കാനുള്ള സൗകര്യം വീട്ടിലുണ്ടാവും, അതുകൊണ്ട് മാത്രം പണിതാണ്. ആ വിധത്തിൽ ഇത്രയും ലളിതമായി നമ്മുടെ ആ ഗ്രാമത്തിന്റെ വിശുദ്ധി മുഴുവൻ ഉൾക്കൊണ്ടുകൊണ്ട് ഇപ്പോഴും അദ്ദേഹം മുന്നോട്ട് പോകുന്നു. അദ്ദേഹത്തിന്റെ ഈ യാത്ര, സാംസ്കാരികമായ യാത്രയും അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ യാത്രയും ഈ പ്രായത്തിലും അദ്ദേഹം വന്ന് പങ്കെടുക്കുന്നതിന്റെ ആ ഒരു വിശാലതയും വിശാല മനസ്സും എല്ലാം ഈശ്വരൻ അദ്ദേഹത്തിന് ദീർഘായുസ് നൽകട്ടെ, എല്ലാ ഐശ്വര്യങ്ങളും നൽകട്ടെ, വളരെ കാലം അദ്ദേഹം നമ്മളോടൊപ്പം ഉണ്ടാകട്ടെ, ഊർജമായി, ചാലകശക്തിയായി എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ ചർച്ച ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട്